നമസ്കാരം പ്രശാന്ത്ജി. നമസ്കാരം. ഒരു പുതിയ രാഷ്ട്രീയ കടങ്കഥയുണ്ട്. കേരളത്തിനാകാം, ഇന്ത്യക്കാകാൻ പാടില്ല. എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മണ്ഡല പുനർനിർണയവുമായി അതെ. ഇവിടെ യഥേഷ്ടം പുനർനിർണയിക്കാം, വിഭജിക്കാം. അതെ. ഓരോ സംസ്ഥാനത്തിനും തങ്ങളുടെ കരുത്ത് നോക്കി മണ്ഡലങ്ങൾ കൂടുതൽ ദാനം ചെയ്യാം. അതിപ്പോൾ നടന്നതല്ല, അതെ ഇതിനു മുമ്പ് നടന്നതാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ രസകരമാണ്. ഈ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നതെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഒരു ശരാശരി വോട്ടറിൽ നിന്ന് ഉയരുക. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും സമീപത്ത് നടന്നൊരു സംഭവം എടുക്കുക, സമീപകാലത്ത് നടന്നൊരു സംഭവം എടുക്കുക. നമ്മളെ തിരുവനന്തപുരം നഗരസഭ നേരത്തെ 2020 വരെ 2015-ലും 2020-ലും 100 വാർഡായിരുന്നു അല്ലേ? അതിപ്പോൾ ഏതാണ്ട് 101, 102 വാർഡ് വരെ ആയിട്ടുണ്ട്. 100 ആയത് ഡീലിമിറ്റേഷനിലാണ്. അതിന് മുമ്പ് 50 ആയിരുന്നു. 50, 51 വാർഡ് വളരെ ചുരുക്കമായിരുന്നു. നഗരം ചുരുങ്ങിയതായിരുന്നു. പിന്നെ അവരത് കഴക്കൂട്ടത്തെയും പിന്നെ അത് കഴിഞ്ഞ് വിഴിഞ്ഞം വരെ എത്തി. അതെ, അതായത് തെക്കോട്ടും വടക്കോട്ടും നഗരത്തിന്റെ പരിധി അതിർത്തി വർദ്ധിപ്പിച്ചു. അതെന്തിനായിരുന്നു അവർ ചെയ്തത്? അവർക്ക് നികുതി വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യം. അത് തന്നെയായിരുന്നു. അല്ല, അത് സ്വാഭാവികം. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ മെട്രോ സിറ്റികൾ, സ്മാർട്ട് സിറ്റികൾ എന്നൊക്കെ തരംതിരിച്ചു. അപ്പോൾ സ്മാർട്ട് സിറ്റികൾക്ക് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ തന്നെ ഒരു നിർദ്ദേശം വെച്ചു. സ്മാർട്ട് സിറ്റികൾക്ക് ഫണ്ട്, കേന്ദ്ര ഫണ്ട്, അതിനെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നഗരവികസനത്തിന് വേണ്ടി കേന്ദ്ര ഫണ്ട് അലോട്ട് ചെയ്തു. അപ്പോൾ ആ കേന്ദ്ര ഫണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് 100 വാർഡുകളുള്ള നഗരമായിരിക്കണം. അങ്ങനെ ഇത് മാറ്റം വന്നു. അങ്ങനെ 2015-ൽ 100 വാർഡുകൾ ചേർത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തിയത്. അല്ല, അതൊക്കെ കാലോചിതമായ അത്തരം പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ജനങ്ങൾ, അതായത് ഒരു വാർഡിലെ 10,000 വോട്ടർമാർക്ക് ഒരു കൗൺസിലർ, അതാണ് അവിടുത്തെ കണക്ക്. ഈ നമ്മൾ രാജ്യത്തേക്ക് വരുമ്പോൾ 10 ലക്ഷം വോട്ടർമാർക്ക് ഒരു MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഏതാണ്ട് 2 ലക്ഷത്തോളം വോട്ടർമാർക്ക് ഒരു MLA. ഞാൻ പറയുന്ന കണക്കിനകത്ത് ചെറിയ സംഖ്യയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാകാം, എങ്കിലും ഏതാണ്ട് ഇതാണ് നമ്മുടെ ഒരു മാനദണ്ഡം. അപ്പോൾ ഇവിടെ ഈ 101 വാർഡാക്കി തിരുവനന്തപുരത്ത്. ഇപ്പോൾ ഇതിൽ എന്തിനാക്കി? 100 വാർഡാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, അതിനെ 101 ആക്കിയത്. അതായത് ഡീലിമിറ്റേഷൻ നടത്തി വാർഡുകളുടെ അതിർത്തികൾ വെട്ടിമുറിച്ച് കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ പരമാവധി LDFന് ജയിക്കാൻ പറ്റുന്ന, CPMന് ജയിക്കാൻ പറ്റുന്ന തരത്തിൽ അതെല്ലാം പുനർനിർണയിച്ചു. പക്ഷെ എന്നിട്ടും തോറ്റുപോയി. 29 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ജനം ഇതിൽ ഈ ഗിമ്മിക്കിലൊന്നും, ഈ അടവ് നയത്തിലൊന്നും ജനം വീഴില്ല. ആര്യരാജേന്ദ്രൻ എന്ന പഴയ മേയർക്ക് ഈ 101 വാർഡുകളിലും ഇലക്ട്രിക് ബസ് ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു തത്രപ്പാട്. അതായത് കേന്ദ്രം വിഭാവനം ചെയ്തത് നമ്മുടെ മെട്രോ സിറ്റി ആകാൻ വേണ്ടി ഇത്ര കോർപ്പറേഷനിലേക്ക് വന്നു. സ്മാർട്ട് സിറ്റി എന്നുള്ള പ്രോജക്റ്റ് കൊണ്ടുവന്നത് തന്നെ നഗരത്തിന്റെ ഭാവി, അതായത് ഈ ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഒരു ബേസ് ഇപ്പോഴേ ഇട്ട് പോവുമായിരുന്നു. ഞാൻ നമ്മുടെ വിഷയത്തിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക്. അതെ, വിടക്കാക്കി തനിക്കാക്കാൻ ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. ജനം തോൽപ്പിച്ച് കൈ കൊടുത്തു. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതെല്ലാം ഈ CPMന് ചെയ്യാം, UDFന്, കോൺഗ്രസ്സിന് ചെയ്യാം, ഒരു വിഷയവുമില്ല. ഈ 100 വാർഡ് 101 ആക്കിയപ്പോൾ ഇവിടെ BJP ചില എതിർപ്പുകളൊക്കെ ഉയർത്തി. പക്ഷേ കോടതി പോകാൻ പറ്റത്തില്ല, കാരണം അത് സർക്കാരിൻ്റെ നയമാണ്. കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഹർജി കൊടുത്തിട്ട് കാര്യമില്ല, ആ ഹർജി തള്ളും. സർക്കാരിൻ്റെ പോളിസിയാണത് എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കോടതിക്കും ഇപ്പം നേരത്തെ ഞാൻ താമസിച്ചിരുന്ന വാർഡ് ഇന്നില്ല. ഞാനിപ്പോൾ എൻ്റെ വാർഡും അടുത്ത മറ്റൊരു വാർഡും കൂടെ ചേർത്ത് ആ വാർഡിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. പച്ചയായ രാഷ്ട്രീയ വിരോധം മാത്രമാണ് അതിന് കാരണം. ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ 2006-ൽ VS സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ ഈ നിയമസഭാ സീറ്റുകളിൽ ഒരു മാറ്റം വരുത്തിയല്ലോ. അത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അന്ന് നമ്മുടെ ഈ തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ചും പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഈ ജില്ലകളിലെല്ലാം കൂടെ ഏതാണ്ട് 4 സീറ്റ് വെട്ടിക്കുറച്ചു. ആ 4 സീറ്റ് കൂടിയത് മലബാറിലാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായിട്ടാണ് ആ 4 സീറ്റ് കൂടിയത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കാസർഗോഡ് കൂടും, വയനാട് കൂടും.
ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം അറിയോ? അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം അറിയോ? ശരിക്കും പറഞ്ഞാൽ വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളും ബാക്കി മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളും കൂടെ ചേർന്നിട്ടാണ്. ഫലത്തിൽ ഈ മലപ്പുറത്തിന് 3 എംപിമാരുണ്ട്. ഈ പ്രിയങ്കയെ നമുക്ക് വയനാടിൻ്റെ എം പി ആയിട്ട് പറയാമെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അവർ മലപ്പുറത്തിൻ്റെ നിലമ്പൂർ അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ അവർക്ക് ജയിച്ചു കയറാൻ പറ്റുന്നത്. ഈ മാറ്റം വരുത്തിയത് 2006 ശേഷമാണ്. ഇപ്പോൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2004 LDF ജയിച്ച മണ്ഡലമാണ് വയനാട്. CPIയുടെ കാൻഡിഡേറ്റ് ജയിച്ച മണ്ഡലമാണ്. പക്ഷേ 2009 വന്നപ്പോൾ അത് മാറി മറിഞ്ഞു. അവിടെ UDF ജയിച്ചു. കാരണം ലീഗിന് വലിയ സ്വാധീനം ആ മണ്ഡലത്തിൽ ഉണ്ടായി. കോഴിക്കോടിൻ്റെ പല മണ്ഡലങ്ങളും അതിൽ നിന്ന് മാറ്റിയിട്ട് പകരം മലപ്പുറത്തിൻ്റെ ഈ നിലമ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് വയനാടിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അന്ന് ആർക്കും ഒരു പരാതി, LDFനില്ല, UDFനില്ല, സീറ്റ് കൂടുന്നത് ലീഗിനാണ്, കോൺഗ്രസിനാണ്, സ്വാഭാവികമായിട്ട് UDFനാണ്. അന്ന് ആർക്കും ഒരു പരാതിയുമില്ല. അന്ന് BJP എന്തൊക്കെയോ പറഞ്ഞ് ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടാക്കി പത്രസമ്മേളനമൊക്കെ നടത്തി. പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല, ആർക്കും മനസ്സിലായില്ല, ആരും ചെവിക്കൊണ്ടുമില്ല. മനസ്സിലാകാത്തതൊന്നുമല്ല, മനസ്സിലായില്ല എന്ന് നടിച്ചു. ഈ നമ്മുടെ കേരളത്തിലെ വോട്ടർമാർക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അവരുടെ തലയിൽ കയറിയിരുന്ന് വിസർജിച്ചാലും ഒന്നും മിണ്ടൂല, സഹിച്ചുകൊള്ളും. അങ്ങനെയാണത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ തെക്കൻ കേരളത്തിൽ 4 സീറ്റ് കുറഞ്ഞു. എന്തായാലും 140 തന്നെ നിർത്തണം. അത് കൂട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭരണഘടനാ ഭേദഗതി വേണം. ഈ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന 131 ഭരണഘടനാ ഭേദഗതി അങ്ങനെയാണല്ലോ, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണവും കൂടും. അത് സ്വാഭാവികമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു അടിസ്ഥാനത്തിൽ തെക്കൻ കേരളത്തിൽ 4 സീറ്റുകൾ കുറയുകയും വടക്കൻ കേരളത്തിൽ ആ 4 സീറ്റുകൾ കൂടുകയും ചെയ്തു. ഇതിനാർക്കും പരാതിയില്ല. തോമസ് ഐസക്കിന് പരാതിയില്ല, പിണറായി വിജയന് പരാതിയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പരാതിയില്ല, VD സതീശന് പരാതിയില്ല, ആർക്കും പരാതിയില്ല. പക്ഷേ ഇതേ കാര്യം, ഇതേ സംഗതി മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ രാജ്യത്തെ ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. 2001 നമ്മൾ 100 കോടി കഴിഞ്ഞതാണ്. ഇന്നത് 140 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 140 കോടി മനുഷ്യർക്ക് അവരുടെ ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ ജനപ്രതിനിധികൾ നിയമനിർമ്മാണ സഭയിൽ വേണമെന്നുള്ളതാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. അത് ഏറ്റവും ഒടുവിലത്തെ, അതായത് ഈ സീറ്റെണ്ണം കൂട്ടാൻ വേണ്ടുന്ന ഡീലിമിറ്റേഷൻ നടത്തുന്നതിന് തൊട്ട് മുമ്പേ നടന്നിരിക്കുന്ന, ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അത് ചെയ്യാൻ. അപ്പോൾ തോമസ് ഐസക്കൊക്കെ പറയുന്നത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല ഈ ഏത് വർഷത്തെ സെൻസസ്. എന്തൊരു വലിയ മണ്ടത്തരമാണ് ഈ ഐസക്കിനെ പോലുള്ളവർ പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് അല്ലേ എടുക്കേണ്ടത്. നമ്മൾ എന്തായാലും 1950 അല്ലെങ്കിൽ 1960 61 സെൻസസിൻ്റെ കണക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഇപ്പോൾ മണ്ഡല പുനർനിർണയം നടത്തുകയോ MPമാരുടെ എണ്ണം തീരുമാനിക്കുകയോ ചെയ്യില്ലല്ലോ. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ബുദ്ധി കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഈ സീറ്റ് എണ്ണം കൂടിയാൽ ഇന്ന് ഇപ്പോൾ തന്നെ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ കാര്യം എടുക്കൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബംഗാളിലൊന്നും ഇല്ല. ഉപ്പുവെച്ച കലം പോലെ തകർന്നു പോയി. ത്രിപുരയിൽ ഈ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ അടികൊള്ളുന്ന അവസ്ഥയാണ് അവിടെ. ഈ പാർട്ടി ഒന്നടങ്കം BJPയിലേക്ക് ചേർന്നു. അതായത് കൃത്യമായിട്ട് ചുവപ്പ് നരച്ച് കാവിയായി മാറി. ഇതാണ് പച്ച പരമാർത്ഥം. ബംഗാളിൽ അതുപോലെ കുറേ എണ്ണം ഗുണ്ടകളെല്ലാം തൃണമൂൽ കോൺഗ്രസിൽ പോയി. ഒരുവിധം വൃത്തിയും മെനയും ഉള്ള ആൾക്കാരെല്ലാം BJP ചേർന്നു. കാരണം ഇല്ലെങ്കിൽ അടിയാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അടിയാണ് കിട്ടുന്നത്, മറ്റ് നിവർത്തിയില്ല. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ രാജ്യത്ത് ഇന്ന് വേറെ ഒരു സംസ്ഥാനത്തും കോൺഗ്രസിൻ്റെ പച്ചയിൽ രാജസ്ഥാനിലും DMKയുടെ തണലിൽ തമിഴ്നാട്ടിലും ഒക്കെ ജയിച്ച് കയറുന്ന അവിടെ ഇവിടെയൊക്കെ 1-2 ഇപ്പോൾ എന്തോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് നോയിഡയിൽ വലിയൊരു ആൾക്കൂട്ടവും ബഹളവും. എന്താ അവിടെ യോഗി സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ, തൊഴിലാളികൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യോഗി സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ CPM രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ആ ചിത്രം കണ്ടിട്ട് ചിരി വന്നു. സത്യത്തിൽ ഈ ഉപ്പ് വച്ച കലം പോലെ ഈ രാജ്യത്തുനിന്ന് നാമാവിശേഷമായ ഒരു പാർട്ടി ഈ എന്താ പറയുക,
കുഞ്ചൻ നമ്പ്യാരുടെയോ മറ്റോ ഒരു പ്രയോഗം ഉണ്ടല്ലോ, പൊട്ടക്കുളത്തിൽ മറ്റേ നീർക്കോലി രാജാവാണെന്ന് വരുന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇവരെന്താണിത് മനസ്സിലാക്കിയിരിക്കുന്നത്? സ്വയം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് വേണ്ടേ? ഒന്നും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, നിങ്ങൾ വലിയ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ പറയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവർക്ക് ഈ പറയുന്നത് പോലെയുള്ള യാതൊരു അടിത്തറയും ഈ കാര്യത്തിൽ ഇല്ല, അടിസ്ഥാനവുമില്ല. ഒരു പോസ്റ്റ് എടുത്തു, പിന്നാലെ മുഖ്യമന്ത്രി അതേ വാക്കുകൾ കടമെടുത്ത് CPM-ന്റെ സൈബർ വിഭാഗങ്ങൾ മുഴുവനും ക്യാപ്സൂളുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ ആശങ്ക ഇതുപോലെ തന്നെയാണ്. കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനമില്ല. രാജ്യത്ത് എമ്പാടും ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമുക്കറിയാം, ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കില്ല എന്നുറപ്പുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ ആൾക്കാരെല്ലാവരും കൂടി തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ ജയിക്കുന്ന സ്ഥലത്ത് പോയി ആ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതോ ഒരു വിഷയം. 2, ഈ വനിതാ സംവരണം കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വനിതകളെ എങ്ങനെ കണ്ടെത്തും? ഈ മത്സരിപ്പിക്കുന്ന ആളിനൊരു ക്വാളിറ്റി വേണ്ടേ? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ ജയിക്കുന്നു. എന്തുകൊണ്ടാണ്? ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ആണ് ജയിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഈ മതപരമായ ക്ലാസിഫിക്കേഷനൊക്കെ കൂടെ വരുമ്പോൾ, ക്ഷമിക്കണം, ആ ഒരു ഇതിൽ വരുമ്പോൾ കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടുകൾ. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ഒരു വനിതാ സംവരണ മണ്ഡലം ആകുമെങ്കിൽ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് ഒരു നോട്ടബിൾ ആയിട്ടുള്ളൊരു വനിതാ നേതാവ് ഏത് പാർട്ടിയായാലും ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും BJPക്കും ഈവൻ CPM-നും ഒരാളെ മത്സരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ കോൺഗ്രസ്സിന് വലിയ പ്രശ്നമാണ്. കഷ്ടപ്പെട്ടു പോകും. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായി പോകും. കാരണം അവർക്ക് ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, നിലവിൽ MP-മാരായിരിക്കുന്നവർ അവരുടെ മണ്ഡലം വെട്ടിമുറിച്ചു 2ആക്കി, അല്ലെങ്കിൽ അത് അടുത്തൊരു മണ്ഡലവും കൂടെ ചേർത്ത് ഇതിനെ 2ഓ 3ഓ ഒക്കെ ആക്കി എന്നിരിക്കട്ടെ ഒരു ജില്ലയിൽ. അപ്പോൾ ഇപ്പോൾ 3 മണ്ഡലം വന്നു, അതിലൊന്ന് വനിതാ മണ്ഡലമായി മാറുകയാണ്. ഈ വനിതാ മണ്ഡലമായി മാറുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെ മത്സരിച്ച് ജയിച്ച് MP ആയിരിക്കുന്ന ആൾ എന്തു ചെയ്യും? എങ്ങോട്ട് പോകും? അദ്ദേഹത്തിന് ജയിക്കുന്ന മണ്ഡലം വേണം. ഈ മണ്ഡലമാണെങ്കിൽ ഈ പറയുന്നത് പോലെ മുറിക്കുകയും ചെയ്തു. കുത്തക പൊളിഞ്ഞു. ആ കുത്തക ആക്കി വച്ചിരിക്കുന്ന സാധനം പൊളിഞ്ഞു. പിന്നെയുള്ളത് ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു വനിതയും കൂടെ അവിടെ കടന്നു വരികയാണ്. ഇനി ജയസാധ്യത ഒന്നേന്ന് കണ്ടെത്തണം. വലിയ ബുദ്ധിമുട്ടാണ്. ഇവരെ സംബന്ധിച്ച് ഇതെല്ലാം കനത്ത വെല്ലുവിളിയാണ്. ഇതാണ് ഇവർ ഈ സാധനത്തെ എതിർക്കുന്നത്. BJP നല്ല ഒന്നാം തരം രാഷ്ട്രീയ കുടുക്കാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതിനെ എതിർത്തു എന്നിരിക്കട്ടെ, ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളുടെ അടുത്തും നരേന്ദ്രമോദി നേരിട്ട് അഭ്യർത്ഥനയുമായിട്ട് ചെല്ലും. വനിതാ സംവരണം കൊണ്ടുവന്നു, ഈ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും കൂടെ ഇത് അട്ടിമറിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നരേന്ദ്രമോദി സർക്കാർ, ഒന്നാം സർക്കാർ നമ്മുടെ ഈ ശൗചാലയ നിർമ്മാണവുമായിട്ട് വന്നു, എല്ലാവരും കളിയാക്കി. 2019 303 സീറ്റുമായിട്ട് BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ കയറി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും കാണാതെ പട്ടര് കിണറ്റി ചാടില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ വളരെ ശരിയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ അമൂല്യ നിമിഷമാണ്, സുവർണ്ണ നിമിഷം പാഴാക്കരുത്. പുള്ളി വളരെ കൃത്യമായിട്ടാണ് പണി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എതിർത്താലും നിങ്ങൾ എതിർത്താലും എനിക്കാണ് മൈലേജ്, നിങ്ങൾ അനുകൂലിച്ചാലും എനിക്കാണ് മൈലേജ്. അതായത് എങ്ങനെ വീണാലും പൂച്ച 4 കാലേ നിലത്തെത്തും. ഇതാണ് സംഭവം. അല്ലാതെ ഈ വനിതാ സംവരണ ബില്ലും ഈ മണ്ഡല പുനർനിർണയവും ഒന്നും ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിനോ CPM-നോ ഒരു ബാലികേറ മലയൊന്നുമല്ല. അവർക്ക് അതിനകത്ത് ആശയപരമായിട്ട് അതിനോട് എതിർക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഇതൊരു കുടുക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതകളുടെ വാതിലുകൾ അടയുന്നു എന്നുള്ളതാണ് അവർ നേരിടുന്ന വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് അവരിതിനെ എതിർക്കുന്നത്.